നിങ്ങൾ ശരിയായിരുന്നിട്ടും മുന്നിലുള്ള വ്യക്തി നിങ്ങളെ വളരെ നിസ്സാരമായി കാണുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. നിങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയുമില്ല. എന്തിനേറെ, നിങ്ങളുടെ സാന്നിധ്യം പോലും അവഗണിക്കപ്പെടുന്നു. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളെത്തന്നെ തെളിയിക്കാനും ശ്രമിക്കുന്നു. പലവട്ടം നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. പക്ഷേ പകരം ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും അപമാനവും അവഗണനയും മാത്രം. പതുക്കെ പതുക്കെ ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഉള്ളിൽ നിന്ന് തകർക്കാൻ തുടങ്ങും. തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല എന്ന് നിങ്ങൾക്കറിയുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്കർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടെ ജീവിതം വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാ തവണയും നിങ്ങളെത്തന്നെ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണോ? നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ഒരാളുടെ പിന്നാലെ പോകുന്നതിൽ അർത്ഥമുണ്ടോ? ചാണക്യനീതി പറയുന്നത് ഇല്ല എന്നാണ്. ആരെങ്കിലും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളെത്തന്നെ മാറ്റുകയല്ല, മറിച്ച് നിങ്ങളുടെ സമീപനമാണ് മാറ്റേണ്ടത്. കാരണം ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അതുണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപമാനത്തിന് അപ്പോൾ തന്നെ മറുപടി നൽകുന്നത് മണ്ടത്തരമാണെന്നും എന്നാൽ ആ അപമാനത്തെ സ്വന്തം കരുത്താക്കി മാറ്റുന്നതാണ് യഥാർത്ഥ ബുദ്ധിയെന്നും ആചാര്യ ചാണക്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചാണക്യൻ തനിക്കുണ്ടായ അപമാനത്തിനു പകരം വീട്ടിയത് ദേഷ്യം കൊണ്ടല്ല, മറിച്ച് തന്ത്രം കൊണ്ടാണ്. തന്നെ തള്ളിക്കളഞ്ഞവർക്ക് മുന്നിൽ അവർക്ക് തന്നെ തലകുനിക്കേണ്ടി വരുന്ന വിധത്തിൽ അദ്ദേഹം സ്വയം പ്രാപ്തനായി. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചാണക്യനീതിയിലുള്ള 10 കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുകയാണ്. നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളിത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറിയേക്കാം. ആരോടും തർക്കിക്കാതെ, വഴക്കിടാതെ, ആരുടെയും പിന്നാലെ പോകാതെ ആളുകൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ രീതികൾ നിങ്ങളെ എത്തിക്കും. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന തരത്തിൽ നിങ്ങളുടെ മൂല്യം പതുക്കെ പതുക്കെ വർദ്ധിക്കും. ഓർക്കുക, ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. ചാണക്യനും പ്രതികാരത്തിനു പകരം ക്ഷമയും തന്ത്രവുമാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം അതിനായി സമയമെടുത്തു, സ്വയം ശക്തനായി, ഒടുവിൽ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. ഈ 10 കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളിത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ബഹുമാനം തിരികെ ലഭിക്കുമെന്നത് ഉറപ്പാണ്. അതെ, വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ മൂല്യം 100 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ബോണസ് പോയിന്റ് അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. വിശ്വസിക്കൂ, ആളുകൾ നിങ്ങളെ അവഗണിക്കണമോ അതോ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ അവസാന പോയിന്റായിരിക്കും. പോയിന്റ് നമ്പർ 1. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക. അത് സുഹൃത്തോ പങ്കാളിയോ ബന്ധുവോ അല്ലെങ്കിൽ മറ്റാരായാലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് പകരം നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. അവർ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും നിങ്ങളെ അപമാനിച്ചാലും നിങ്ങളുടെ വില മനസ്സിലാക്കിയില്ലെങ്കിലും ആ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം ശാന്തമായിരിക്കുക എന്നതാണ്. അവർക്ക് എവിടെ പോകണമോ അവിടെ പോകാൻ, എന്തു ചെയ്യണമോ അത് ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. ഒരു ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാത്ത, ബുദ്ധിമുട്ടേറിയ സമയത്ത് നിങ്ങൾക്ക് താങ്ങാവാത്ത ഒരു സുഹൃത്തിനെ ഉടനടി ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധിയെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളെ വിധിക്കുകയും നിങ്ങളെ ഉപേക്ഷിക്കുകയും നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പിന്നാലെ എന്തിനു പോകണം? അവർ പോകുന്നതുകൊണ്ട് നിങ്ങളെത്തന്നെ എന്തിനു ദുർബലനായി കാണണം? ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഉള്ളിൽ നിന്ന് തകരുകയായിരിക്കാം. ഹൃദയത്തിൽ വലിയ അസ്വസ്ഥതകളുണ്ടാകാം. നിങ്ങൾ ഏകാന്തതയോട് പോരാടുകയായിരിക്കാം. എന്നാലും ആ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ സ്ഥാനം നൽകുക. മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് നിങ്ങളെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ചിലപ്പോൾ ആളുകളെ പോകാൻ അനുവദിക്കുന്നത് തന്നെ ഒരു വലിയ വിജയമാണ്. നിങ്ങൾ എത്രത്തോളം വേദനിച്ചു എന്ന് അവരെ കാണിക്കേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ വില മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് കാണിക്കുകയാണ് വേണ്ടത്. ഒറ്റയ്ക്കാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനത്തോടെ നിലനിൽക്കാൻ കഴിയും. ചാണക്യനും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങളില്ലാതെയും അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ആശ്രയിക്കരുത്. കാരണം ഒരാൾ ശരിക്കും നിങ്ങളുടേതാണെങ്കിൽ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കും, അല്ലാതെ നിങ്ങളെ വിട്ടുപോകാൻ കാരണങ്ങൾ കണ്ടുപിടിക്കില്ല. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഒരാളെ മറക്കുക, മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക, ഇതെല്ലാം വേദന നൽകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ വ്യക്തി അത്രത്തോളം വിലപ്പെട്ടതായിരുന്നിട്ടും നിങ്ങളെത്തന്നെയാണ് അവർ വേദനിപ്പിച്ചതെങ്കിൽ ഇനി അവരുടെ സ്ഥാനം നിങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളുടെ അനുഭവങ്ങളുടെ പട്ടികയിലാണ് വേണ്ടത്. അതിൽ നിന്ന് പഠിക്കുക, അവരോട് പറ്റി നിൽക്കാതിരിക്കുക. ഏറ്റവും വലിയ കാര്യം, പ്രതികാര ചിന്തയില്ലാതെ, ദുർബലനാകാതെ, ഒരു ശബ്ദവുമില്ലാതെ നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കുമ്പോൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ഊർജ്ജസ്വലമാക്കുന്ന ഒരു മാനസിക ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ്. പതുക്കെ പതുക്കെ ഒരു സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിറയുകയും നിങ്ങൾ ശരിയായതും മാന്യവുമായ ഒരു തീരുമാനമാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ ഏകാന്തതയാണ് നിങ്ങളെ അടുത്ത ഘട്ടത്തിനായി ഒരുക്കുന്നത്. കാരണം നിങ്ങൾ സ്വന്തമായി ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുന്നതുവരെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത പോയിന്റ് പിന്തുടരാനാകുക. പോയിന്റ് നമ്പർ 2.
എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയുമായി വീണ്ടും അടുക്കുക. അത് നിങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾ മറ്റൊരാളുമായി അമിതമായി അടുക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ അകന്നുപോകുന്നു. നമ്മുടെ സന്തോഷവും സമയവും വ്യക്തിത്വവും എല്ലാം നാം മുന്നിലുള്ളയാൾക്ക് നൽകുന്നു. ആ വ്യക്തി പോകുമ്പോൾ എല്ലാം അവസാനിച്ചതായി നമുക്ക് തോന്നുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ആ ബന്ധത്തിലും ഏറ്റവും വിശ്വസ്തനും ഏറ്റവും ശക്തനുമായ പങ്കാളി മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളുടെ എല്ലാ വേദനകളിലും കൂടെ നിന്നതും ഓരോ വീഴ്ചയ്ക്കും ശേഷം നിങ്ങളെ താങ്ങി നിർത്തിയതും നിങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങളിലേക്ക് തന്നെ മടങ്ങാനുള്ള സമയമാണ്. മറ്റൊരാൾക്ക് നൽകിക്കൊണ്ടിരുന്ന സമയവും ശ്രദ്ധയും വികാരങ്ങളും ഇനി നിങ്ങൾക്ക് തന്നെ നൽകുക. നിങ്ങളോട് തന്നെ കൂട്ടുകൂടുക. നിങ്ങളെത്തന്നെ മനസ്സിലാക്കുക, അംഗീകരിക്കുക, നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. മനുഷ്യന്റെ സ്വഭാവം മാറ്റുക എന്നത് എളുപ്പമല്ലെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ മറ്റൊരാളിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷയർപ്പിച്ച് സ്വയം തകരുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നതാണ്. ഏകാന്തത ഒരു ശിക്ഷയല്ല, മറിച്ച് സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരമാണ്. ചന്ദ്രനും സൂര്യനും പർവ്വതങ്ങളും ഒറ്റയ്ക്കായിരുന്നിട്ടും എത്ര മഹത്തരമാണോ, അതുപോലെ നിങ്ങൾക്കും ഒറ്റയ്ക്കായിക്കൊണ്ട് ശക്തനാകാൻ കഴിയും. ഒരു മനുഷ്യൻ തന്നോട് തന്നെ അടുക്കുമ്പോൾ ലോകത്തിലെ ഒരു കുറവുകൾക്കും അവനെ ദുർബലനാക്കാൻ കഴിയില്ല. പോയിന്റ് നമ്പർ 3. നിങ്ങളുടെ നഷ്ടപ്പെട്ട മൂല്യം തിരികെ നേടാൻ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുകയോ നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുമ്പോൾ ദേഷ്യവും അസൂയയും പ്രതികാരചിന്തയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത്. ദേഷ്യത്തിൽ നൽകുന്ന പ്രതികരണം നിങ്ങളുടെയല്ല, നിങ്ങളുടെ മൂല്യത്തിന്റെ തോൽവിയായി മാറുന്നു. കാരണം നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട മാനസിക ശക്തിയാണ് നിങ്ങൾ അവർക്ക് കൈമാറുന്നത്. സമാധാനമാണ് പരമമായ സുഖം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ശാന്തത ഒരു ദൗർബല്യമല്ല, മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ്. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിമയാകുന്നില്ല. നിങ്ങളുടെ വ്യക്തിത്വം മറ്റൊരാളുടെ വാക്കുകളോ പെരുമാറ്റമോ കൊണ്ടല്ല തീരുമാനിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പോരാട്ടം പുറത്തുള്ളതല്ല, ഉള്ളിലുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളുടെ പോരാട്ടമാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ ചെറുതായി കാണിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മൗനത്തിനു പോലും ഒരു ഭാരമുണ്ട്, ഒരു സ്വാധീനമുണ്ട്. നിങ്ങൾ പകരം ചോദിച്ചില്ലെന്നും മറിച്ച് നിങ്ങളെത്തന്നെ മികച്ചതാക്കിയെന്നും ആളുകൾ കാണുമ്പോൾ തെറ്റ് നിങ്ങളുടെ മൂല്യത്തിലല്ല, അവരുടെ ചിന്താഗതിയിലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. പോയിന്റ് നമ്പർ 4. ലോകം ചിന്തിക്കുക പോലും ചെയ്യാത്ത എന്തെങ്കിലും നേടിയെടുക്കുക. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോഴോ നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുമ്പോഴോ നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുമ്പോഴോ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ആ വേദനയിൽ മുങ്ങിപ്പോകുക എന്നതാണ്. എന്നാൽ ചാണക്യനീതി പറയുന്നത് വേദനയിൽ മുങ്ങിപ്പോകാതെ അതിനെ ഒരായുധമാക്കുക എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റേണ്ട നിമിഷമാണിത്. ആ അപമാനത്തെ ഇന്ധനമാക്കുക, അതിനെ നിങ്ങളുടെ വളർച്ചയുടെ തീയിലേക്ക് എറിയുക. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളോ അവഗണനയോ കുറവുകളോ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം നിങ്ങളെത്തന്നെ തിരക്കുള്ളവനാക്കുക. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഒരു മനുഷ്യൻ തന്റെ ജോലിയിൽ മുഴുകുമ്പോൾ ലോകം താനെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. സമയം പ്രതികൂലമായിരിക്കുമ്പോൾ കരയുകയല്ല, മറിച്ച് ജോലിയിൽ മിടുക്കനാകുകയാണ് വേണ്ടതെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധിയിൽ ധൈര്യം കാണിക്കുക, ബഹളമുണ്ടാക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം തിരികെ കിട്ടണമെങ്കിൽ അത് വാക്കുകൾ കൊണ്ടല്ല, ഫലങ്ങൾ കൊണ്ട് നേടുക. ഒരാൾ പോയതിനു ശേഷം അല്ലെങ്കിൽ ഒരു അപമാനത്തിന് ശേഷം നൽകാൻ കഴിയുന്ന ഏറ്റവും മാരകമായ മറുപടി ഒരിക്കലും അവസാനിക്കാത്ത നിങ്ങളുടെ വളർച്ചയാണ്. നിങ്ങളുടെ കഴിവുകൾ വീണ്ടും മിനുക്കിയെടുക്കുക. ബന്ധങ്ങളുടെ തിരക്കിൽ എവിടെയോ നിങ്ങൾ കുഴിച്ചുമൂടിയ ആ സ്വപ്നങ്ങളെ വീണ്ടും പിടിച്ചെടുക്കുക. നിങ്ങളുടെ കരിയറിലും ലക്ഷ്യത്തിലും കാഴ്ചപ്പാടിലും എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ നിങ്ങളെ കാണാൻ ആളുകൾ സമയം ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ഇപ്പോൾ ഞാൻ എന്റെ സ്വപ്നങ്ങളെ കാണുന്ന തിരക്കിലാണെന്ന്. ഓർക്കുക, എന്തെങ്കിലും ചെയ്തു കാണിക്കുന്നവരെ മാത്രമേ ലോകം ശ്രദ്ധിക്കൂ. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ബഹുമാനം ചോദിച്ചാൽ ആരും കേട്ടെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആൾക്കൂട്ടം നിങ്ങളെ കാണാൻ വരും. ആളുകളുടെ പിന്നാലെ പോകുന്നത് നിങ്ങളെ തളർത്തും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയാൽ അത് നിങ്ങളെ ആളുകൾ തന്നെ തിരികെ വരുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കില്ല, അവർ നിങ്ങളെ പിന്തുടരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മൂല്യമായി നിങ്ങൾ കരുതിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ മുകളിലേക്ക് ഉയരുമ്പോൾ ആളുകൾ വീണ്ടും നിങ്ങളുടെ വില പരിശോധിക്കാൻ തുടങ്ങും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് വരുന്നത്. പോയിന്റ് നമ്പർ 5. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്കായി അതിരുകൾ നിശ്ചയിക്കുക. പലപ്പോഴും ആളുകൾ നമ്മുടെ വില മനസ്സിലാക്കാത്തതിന് കാരണം നമ്മൾ തന്നെ അവർക്ക് നമ്മുടെ അതിരുകൾ വ്യക്തമാക്കി കൊടുക്കാത്തതാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ നമ്മുടെ സമയവും ഊർജ്ജവും ആത്മാഭിമാനവും തുറന്നു നൽകുന്നു. എന്നിട്ട് ആളുകൾ നമ്മളെ എന്തിനാണ് നിസ്സാരമായി കാണുന്നതെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടുന്നു. ചാണക്യനീതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അർഹതയില്ലാത്തവർക്ക് ദാനം നൽകുന്നതും ശത്രുവിനെ വിശ്വസിക്കുന്നതും പണത്തിന്റെ നാശത്തിനുള്ള ലക്ഷണങ്ങളാണെന്ന്.
ഇവിടെ പണത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സമയം, ശ്രദ്ധ, വികാരങ്ങൾ, ആത്മാഭിമാനം എന്നിവ വെച്ചാൽ അർത്ഥം വളരെ വ്യക്തമാണ്. നിങ്ങളെ വിലമതിക്കാത്ത ഒരാൾക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്നത് ഒരു മഹത്വവുമല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ എത്രത്തോളം ഇടം നൽകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അതിരുകൾ മനസ്സിൽ മാത്രം പോരാ, പെരുമാറ്റത്തിലും വേണം. സമൂഹമാധ്യമങ്ങളിലും യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ വേണം. നിങ്ങളുടെ വികാരങ്ങളെ വെച്ച് ആവർത്തിച്ച് കളിക്കുന്ന ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നത് തെറ്റല്ല, അത് സ്വയം സംരക്ഷിക്കലാണ്. ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുന്നവരോട് ഇല്ല എന്ന് പറയുന്നത് ക്രൂരതയല്ല, അത് ആത്മാഭിമാനമാണ്. നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങളുടെ മൗനം തന്നെയാകും ഏറ്റവും ശക്തമായ മറുപടി. നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്നെ ഇനി നിസ്സാരമായി എടുക്കാൻ എളുപ്പമല്ല. അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യമായി മാറുന്നത്. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ അതിരുകൾ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ തർക്കമില്ലാതെ, ദേഷ്യമില്ലാതെ, ബഹളമില്ലാതെ ശാന്തമായി നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക. കാരണം ആളുകൾ നിങ്ങളുടെ മൗനത്തിന്റെ അതിരുപോലും മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥ ബഹുമാനം തുടങ്ങുന്നത്. പോയിന്റ് നമ്പർ 6: നോ റീ എൻട്രി. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്ക് വീണ്ടും അതേ സ്ഥാനം നൽകരുത്. നിങ്ങളുടെ ഏറ്റവും ദുർബലമായ സമയത്ത്, നിങ്ങൾക്ക് പേരോ പണമോ അധികാരമോ ഇല്ലാത്തപ്പോൾ, കേവലം സത്യവും ഉദ്ദേശ്യങ്ങളും യഥാർത്ഥ വികാരങ്ങളും മാത്രമുള്ളപ്പോൾ, അത് മനസ്സിലാക്കാതെ നിങ്ങളെ ഒരാൾ ഉപേക്ഷിച്ചു പോയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്: സ്വന്തം പ്രയത്നത്താൽ നിങ്ങളെല്ലാം നേടിയെടുത്ത ശേഷം ആ വ്യക്തിക്ക് വീണ്ടും അതേ സ്ഥാനം നൽകുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് നിങ്ങളുടെ മുഴുവൻ യാത്രയോടുമുള്ള ഒരു അപമാനമാണ്. ഇവിടെയാണ് ചാണക്യനീതിയുടെ നോ റീ എൻട്രി എന്ന തത്വം ബാധകമാകുന്നത്. ഒരാളുടെ പുരോഗതിയിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും കഠിനാധ്വാനമില്ലാതെ ലക്ഷ്മി ഒരിക്കലും ശാശ്വതമാകില്ലെന്നും ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേടിയതെല്ലാം ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് പോരാട്ടവും ക്ഷമയും ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളും കൊണ്ടാണ്. മറ്റുള്ളവർ കാണുക പോലും ചെയ്യാത്ത വേദനകൾ നിങ്ങൾ സഹിച്ചു. ആളുകൾ നിങ്ങൾ തകരുന്നത് കാണാൻ ആഗ്രഹിച്ച ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ സ്വയം കരകയറി. ഇന്ന് നിങ്ങൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ നിങ്ങളുടെ വില ഒരിക്കലും മനസ്സിലാക്കാത്ത അതേ ആളുകൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. മുന്നിലുള്ളയാൾ മാറിയിട്ടുണ്ടാകുമെന്നും ഇനി എല്ലാം ശരിയാകുമെന്നും ആളുകൾ കരുതുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ സ്വഭാവം മാറ്റുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കൂടുതൽ പേരും തങ്ങളുടെ പഴയ ശീലങ്ങളുമായി തന്നെയാണ് മടങ്ങിവരുന്നത്. നിങ്ങൾ സ്വയം മാറി. നിങ്ങളുടെ ഉള്ളിലെ പോരായ്മകളിൽ നിങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങൾ നിങ്ങളെ തന്നെ ശക്തനാക്കി. എന്നാൽ നിങ്ങളെ ഉപേക്ഷിച്ച വ്യക്തി അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? സ്വന്തം തെറ്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആരെയും പരീക്ഷിക്കുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മൂല്യം സംരക്ഷിക്കുന്നതിലാണ് വേണ്ടത്. ആ വ്യക്തി തിരികെ വരുമ്പോൾ ദേഷ്യമോ മോശം പെരുമാറ്റമോ കാണിക്കരുത്. വെറുതെ ശാന്തമായി ചിരിക്കുക. എന്നാൽ അതേ പ്രാധാന്യം, അതേ വൈകാരികമായ ഇടം വീണ്ടും അവർക്ക് നൽകരുത്. കാരണം നിങ്ങൾ വീണ്ടും അതേ സ്ഥാനം നൽകിയാൽ അതേ അവഗണനയും അതേ വൈകാരിക കളികളും ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന അതേ പരമ്പരയും വീണ്ടും തുടങ്ങും. നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങളുടെ വളർച്ചയെയും ആത്മാഭിമാനത്തെയും നിങ്ങൾ തന്നെ ചവിട്ടിയരയ്ക്കുന്നതിനേക്കാൾ വലിയൊരു അപമാനം വേറെയില്ല. ഒരാളെ ഒരു പാഠം പഠിപ്പിക്കാൻ അയാളെ താഴ്ത്തിക്കെട്ടേണ്ടതില്ല. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് വേണ്ടത്. ഓർക്കുക, ബഹുമാനം വീണ്ടും നേടിയെടുക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് വീണ്ടും മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായി മാറും. നിങ്ങൾ ഇവിടെ വരെ എത്തി. ശാന്തനും ശക്തനും ബഹുമാന്യനുമായ ഒരു വ്യക്തിയായി നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തി. ഇപ്പോൾ ആർക്കും വേണ്ടി ഈ വ്യക്തിത്വം മാറ്റാതിരിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. പോയിന്റ് നമ്പർ 7: നിങ്ങളുടെ വില തിരിച്ചറിയുന്നവരുടെ കൂടെ മാത്രം നിൽക്കുക. നിങ്ങളുടെ വില ആരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിന് പലപ്പോഴും കാരണം നിങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് നിങ്ങളുടെ സഹവാസമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയായി മാറുമെന്നൊരു പ്രശസ്തമായ ചൊല്ലുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ വ്യക്തിത്വവും രൂപപ്പെടുന്നത് നിങ്ങൾ ദിവസവും ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണെന്നാണ്. അതിനാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതുതരം ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത് എന്നതാണ്. ആ ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ അധ്വാനത്തെയും പുരോഗതിയെയും അഭിനന്ദിക്കാറുണ്ടോ? നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അതോ അവർ നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരാണോ? നിങ്ങളുടെ കഴിവിനെ കളിയാക്കുകയും നിങ്ങളുടെ മൂല്യത്തെ പതിയെ പതിയെ കുറയ്ക്കുകയും ചെയ്യുന്നവരാണോ? സ്വന്തമായി ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യന് യാതൊരു അറിവും ഉപകരിക്കില്ലെന്ന് ആചാര്യ ചാണക്യൻ വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ധനായ ഒരാൾക്ക് കണ്ണാടി കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്തതുപോലെ ഇതേ നിയമം സഹവാസത്തിലും ബാധകമാണ്. സ്വയം മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവരുടെ പുരോഗതിയിൽ അസൂയപ്പെടുന്ന, നിങ്ങളുടെ വില മനസ്സിലാക്കാൻ ശീലമില്ലാത്ത ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങൾ എത്ര നല്ലവനായാലും നിങ്ങളുടെ വളർച്ച അവിടെ നിൽക്കും. അത്തരമൊരു കൂട്ടുകെട്ടിൽ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വില ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ
നിങ്ങളുടെ കൂട്ടുകെട്ട് മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനെ മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ വിജയം കണ്ട് സന്തോഷിക്കുന്നവരോടും നിങ്ങളെ മുൻവിധികളില്ലാതെ മനസ്സിലാക്കുന്നവരോടും നിങ്ങളുടെ ചിന്തകളെ പരിമിതപ്പെടുത്താതെ വലുതാക്കുന്നവരോടും ഒപ്പം സമയം ചിലവഴിക്കുക. നിങ്ങളുള്ളിൽ നിന്ന് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാൻ നിങ്ങളെ സഹായിക്കുന്നവരോടൊപ്പം നിൽക്കുക. ചിലപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമ്മുടെ സൗഹൃദവലയം ചെറുതാക്കേണ്ടിവരും. കാരണം എണ്ണത്തിൽ കുറവാണെങ്കിലും ശരിയായ ആളുകൾ നിങ്ങളുടെ മൂല്യം പല മടങ്ങ് വർദ്ധിപ്പിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ചുറ്റും അത്തരം നല്ല ആളുകൾ ആരുമില്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തെറ്റായ ആളുകളോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രകൃതിയെ നിങ്ങളുടെ കൂട്ടുകാരനാക്കുക. പുസ്തകങ്ങളെ നിങ്ങളുടെ സുഹൃത്താക്കുക. നിശബ്ദതയിൽ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുക. ബഹുമാനത്തോടും സമാധാനത്തോടും കൂടി സ്വയം ജീവിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ വില ശരിക്കും മനസ്സിലാക്കുന്ന ആളുകളെ ജീവിതം പതുക്കെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരും. ഓർക്കുക, കൂട്ടുകെട്ട് മാറുമ്പോൾ ചിന്ത മാറുന്നു. ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങുന്നു. അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കി സ്വയം ചോദിക്കുക, നിങ്ങളുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേ ആളുകളാണോ ഇവർ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ മൂല്യം സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ കൂട്ടുകെട്ട് മാറ്റാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 8. ആളുകൾ എന്തു പറയും എന്ന ചിന്തയിൽ നിന്ന് പുറത്തുവന്ന് എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആളുകൾ എന്തു പറയുമെന്ന ഭയത്താൽ നിങ്ങൾ സ്വന്തം ജീവിതം നയിക്കുന്നു എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് സ്വന്തം സന്തോഷത്തിനായല്ല, മറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നില്ല. കാരണം ബന്ധുക്കൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുടെ ശബ്ദം നമ്മുടെ സ്വന്തം ഹൃദയത്തിന്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലാകുന്നു. സ്വന്തം തീരുമാനങ്ങളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ ഭയപ്പെടുന്നു. ആരെങ്കിലും വിരൽ ചൂണ്ടുമോ, ഇവൻ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറയുമോ എന്ന ഭയത്താൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു. എന്നാൽ ഒരു നിമിഷം നിന്ന് നിങ്ങളോട് തന്നെ സത്യസന്ധമായി ചോദിക്കുക, ഈ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തേക്കാൾ വിലയുണ്ടോ? നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെയില്ലാത്ത, നിങ്ങളുടെ കഠിനാധ്വാനവും വേദനയും രാത്രികളിലെ അസ്വസ്ഥതകളും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കാൻ അവകാശമുണ്ടോ? സമൂഹത്തെ ഭയപ്പെടാത്തവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ എന്ന് ആചാര്യ ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാരണം ആളുകൾ നോക്കാനും പറയാനും മാത്രമുള്ളവരാണ്. അവർ നിങ്ങളുടെ ആത്മാവിന്റെ യജമാനന്മാരല്ല. ആളുകൾ എന്തെങ്കിലും പറയുമെന്നതല്ല യഥാർത്ഥ പ്രശ്നം, നിങ്ങളത് കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് പ്രശ്നം. ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുന്നു. ആരെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു. ആരെങ്കിലും ഈ പ്രായത്തിൽ ഇതെല്ലാം വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പിന്മാറുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ തോൽക്കുമ്പോൾ കളിയാക്കാനും നിങ്ങൾ ജയിക്കുമ്പോൾ ചോദ്യം ചെയ്യാനും ഇതേ ആളുകൾ തന്നെയാണുണ്ടാകുക. നിങ്ങൾ തകർന്നപ്പോൾ അവർക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. ഇപ്പോൾ ചോദ്യം മാറ്റാനുള്ള സമയമാണ്. ആളുകൾ എന്തു പറയും എന്നതിനു പകരം നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, എനിക്കെന്താണ് വേണ്ടത്? ഇതെനിക്ക് സമാധാനം നൽകുമോ? ഇതെന്റെ ആത്മാഭിമാനവുമായും എന്റെ മൂല്യവുമായും എന്റെ സന്തോഷവുമായും ബന്ധപ്പെട്ടതാണോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ലോകം എന്തു പറഞ്ഞാലും നിങ്ങൾ അത് തന്നെ ചെയ്യണം. കാരണം ഹൃദയത്തിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ മാത്രമല്ല ആത്മാവിലും സ്വാധീനം ചെലുത്തുന്നു. തന്നിൽ തന്നെ സന്തോഷവാനായ ഒരു മനുഷ്യന് മാത്രമേ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് സത്യം. നിങ്ങൾ കുനിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ദുർബലനാണെന്ന്. എഴുന്നേറ്റ് നിന്നാൽ പറയും അഹങ്കാരിയാണെന്ന്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഭീരുവെന്ന് വിളിക്കപ്പെടും. സംസാരിച്ചാൽ ധിക്കാരിയാണെന്ന് പറയും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ആർക്കെങ്കിലും നിങ്ങളോടൊരു പ്രശ്നമുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആത്മാവിന് സമാധാനം നൽകാത്ത കാര്യങ്ങൾ ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും ചെയ്യില്ലെന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥ കർമ്മമെന്നും ചാണക്യനീതി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം സമൂഹം തിരക്കഥ എഴുതുന്ന ഒരു പരമ്പരയല്ല. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങളുടെ വികാരങ്ങളാണ്. നിങ്ങളുടെ കഥയുടെ സംവിധായകൻ നിങ്ങൾ തന്നെയാണ്. ആളുകളുടെ അഭിപ്രായമനുസരിച്ചാണോ അതോ നിങ്ങളുടെ ആത്മാഭിമാനമനുസരിച്ചാണോ ഈ കഥ കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അടുത്ത തവണ മനസ്സ് ഭയപ്പെടുകയും ആളുകൾ എന്തു പറയുമെന്ന് ഹൃദയം ചോദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ഇത്രമാത്രം പറയുക, ഇനി ആളുകളല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ ആത്മാവാണ് തീരുമാനിക്കുക എന്ന്. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ജനിക്കുന്നത്. പോയിന്റ് നമ്പർ 9. നിശബ്ദമായി നിങ്ങളുടെ വ്യക്തിത്വം കെട്ടിപ്പടുക്കുക. പ്രഖ്യാപനങ്ങളല്ല, അതിന്റെ ഫലമാണ് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വില ആരെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുമൊട്ടും മോശമല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പലപ്പോഴും മനസ്സാഗ്രഹിക്കാറുണ്ട്. നമ്മൾ ശരിയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ, സ്റ്റാറ്റസ്, പുറംമോടി, വിശദീകരണങ്ങൾ എന്നിവ നൽകുന്നു. എന്നാൽ ചാണക്യനീതി ഇവിടെ തികച്ചും വിപരീതമായൊരു വഴിയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ശക്തിയുള്ള ഒരാൾക്ക് തന്റെ സാന്നിധ്യം അറിയിക്കാൻ ബഹളമുണ്ടാക്കേണ്ടതില്ലെന്ന് ചാണക്യൻ പറയുന്നു. അവന്റെ സാന്നിധ്യം തന്നെ ധാരാളമാണ്. ഓർക്കുക,
നിങ്ങളെ നിസ്സാരമായി കണ്ട ആളുകൾ നിങ്ങളുടെ വിശദീകരണങ്ങൾ കേട്ടുമാറില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ആത്മവിശ്വാസവും ഫലങ്ങളും കണ്ടു തുടങ്ങുന്ന ദിവസം അവരുടെ ചിന്തകൾ തനിയെ മാറും. അതിനാൽ നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും പറയുന്നത് നിർത്തുക. നിങ്ങളുടെ കഠിനാധ്വാനം രഹസ്യമായി സൂക്ഷിക്കുക. നിശബ്ദമായി മുന്നോട്ടു പോകുക. കാരണം ബഹളമുണ്ടാക്കുന്നവർ പലപ്പോഴും വഴിയിൽ തളർന്നുപോകുന്നു. ശാന്തമായി നടക്കുന്നവർ ലക്ഷ്യത്തിലെത്തുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും മൗനം പാലിക്കുന്നതും വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നുവെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വില താനേ വർദ്ധിക്കുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നതിനല്ല, മറിച്ച് നിങ്ങൾ എന്താണ് നേടിയത് എന്നതിനാണ് ആളുകൾ അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്നത്. ഇന്നു മുതൽ ഒരു നിയമമുണ്ടാക്കുക. പരാതികളില്ല, വിശദീകരണങ്ങളില്ല, പ്രകടനങ്ങളില്ല. ദിവസവും നിങ്ങളെ തന്നെ കുറച്ചുകൂടി മികച്ചതാക്കണം. പെട്ടെന്ന് ആളുകൾ നിങ്ങളിൽ മാറ്റങ്ങൾ കാണുമ്പോൾ 1000 വാക്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് നിങ്ങളുടെ മൗനം ചെയ്തതെന്ന് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 10. അവഗണിക്കപ്പെടാൻ കഴിയാത്ത വിധം നിങ്ങളെത്തന്നെ ശക്തനാക്കുക. അവസാനം ഏറ്റവും കൈപ്പേറിയ എന്നാൽ ഏറ്റവും സത്യമായ കാര്യം: ലോകം ദുർബലരെയാണ് അവഗണിക്കുന്നത്. ആരുടെ അഭാവമാണോ ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവരെ ലോകം ബഹുമാനിക്കുന്നു. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭാവം പോലും അനുഭവപ്പെടുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ മാറ്റണം. ഈ ശക്തി ദേഷ്യത്തിൽ നിന്ന് വരുന്നതല്ല, പ്രതികാരത്തിൽ നിന്ന് വരുന്നതല്ല, തർക്കത്തിൽ നിന്ന് തീർച്ചയായും വരുന്നതുമല്ല. സ്വന്തമായി നിൽക്കാൻ പ്രാപ്തനാകുന്നതിൽ നിന്നാണ് ഈ ശക്തി വരുന്നത്. വൈകാരികമായും പ്രായോഗികമായും നിങ്ങൾ ആരെയും അമിതമായി ആശ്രയിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ വ്യക്തിത്വവും ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൂല്യം ശാശ്വതമാകുകയുള്ളൂ. നഷ്ടപ്പെടുമെന്ന ഭയമില്ലാത്തവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ ആരെങ്കിലും പോയാലോ അവഗണിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതിരുന്നാലോ നിങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല എന്നൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ശാന്തരായിരിക്കുക. സമനില പാലിക്കുക. പരാതികളില്ലാതെ തകർന്നു പോകാതെ പ്രതികാരത്തിൽ എരിയാതെ നിങ്ങൾ വീണ്ടും മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ അവർ നിങ്ങളെ കുറച്ചു കണ്ടതായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകും. ആ ദിവസം മുതൽ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ കണ്ണിലല്ല, സ്വന്തം കണ്ണിൽ ഏറ്റവും ഉയർന്നതായിരിക്കും. ഓർക്കുക, ബഹുമാനം പുറത്തുനിന്നു വരുന്നതല്ല, അത് ഉള്ളിലുണ്ടാകുന്നതാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ കുറച്ചു കാണുന്നത് നിർത്തുന്ന അന്ന് ലോകത്തിനും നിങ്ങളെ കുറച്ചു കാണാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ടതായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാണക്യനീതിയുമായും ആത്മാഭിമാനവുമായും ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് സ്വന്തം മൂല്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ വ്യക്തിയുമായി ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.